ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വീട്ടിലെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈയാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. വലുതൊന്നുമില്ല, എന്നാലും ഉള്ളതൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചു വെച്ചാണ്. ഇതാണെങ്കിൽ സ്ട്രോബെറി പേരയെന്ന് പറയും, അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. ഇത് ഞാൻ തൈ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ ഒരു വെറൈറ്റി ചാമ്പയാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പടമാണതൊക്കെ. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടൊക്കെ വാങ്ങിക്കുന്നതാണ്. തന്നെയല്ല ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ. അങ്ങനെ ഞാൻ ഈയിടെ പോയപ്പോൾ കുറേ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈ വാങ്ങിച്ചതാണ്. ഇതാണെങ്കിൽ അരിനെല്ലിക്കയാണ്. ഇത് ഞാൻ മോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. ഉപ്പിലൊക്കെ ഇട്ട് ഓരോ ഫ്രണ്ട്സൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പോൾ എന്നും പറയും അരിനെല്ലിക്ക നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അതിൻ്റെ തൈ വാങ്ങിച്ചു വെച്ചു. ഇതിൽ നീളമുള്ള മൽബറി ഇല്ലേ, അതാണ്. അതേലെ ഒരെണ്ണം വാങ്ങിച്ചു. എല്ലാം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ലതാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. ഇത് കുറച്ച് നീളമുള്ളതാണ്. ഇതാണ് നമ്മൾ മിറാക്കിൾ ഫ്രൂട്ടാണ്. ഇതിനകത്ത് 1-2 ഉണ്ടായിരുന്നു. അത് പഴുത്ത് ഞങ്ങൾ തിന്നു. ഭയങ്കര പേര് പോലെ തന്നെ ഭയങ്കര മിറാക്കിളാണ്. ഇതിനകത്തിപ്പോൾ 4 ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. തൈ ചെറുതാണ്, എന്നാലും ഒരു 3-4 മാസമായി ഞാൻ വെച്ചിട്ട്. ഇപ്പം എല്ലാം തളിർത്ത് കിളിക്കുന്നുണ്ട്. ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ നമുക്ക് പേര ഒരു 3-4 ടൈപ്പിലെ പേരയൊക്കെ ഉണ്ട്. നാടൻ പേര 2 മൂടുണ്ട് എനിക്ക്. അത് പൂത്തിട്ടില്ല, പൂക്കാറായി വരുന്നു. ഇതാണെങ്കിൽ നമ്മുടെ ഹൈബ്രിഡ് പേരയാണ്. ഇതിനകത്തുനിന്ന് ഞാൻ 2-3 പറിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം രണ്ടാമത് വീണ്ടും പൂത്ത് വരുന്നുണ്ട്. അങ്ങനെ 3-4 ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഒത്തിരി പൂക്കളൊക്കെ മുട്ടിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം മോൾക്ക് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ നമ്മുടെ അയ്യത്തു നിന്നൊക്കെ ഫ്രൂട്ട്സ് പറിച്ച് തിന്നാനായിട്ട്. അങ്ങനെ അവിടെ ആഗ്രഹത്തിന് വാങ്ങിച്ചു വെക്കുന്നതാണ്. ഇത് സാധാ നാടൻ പേരയാണ്. നാടൻ പേര 2 മൂടുണ്ട്. പിന്നെ നമ്മുടെ മുന്തിരിപ്പേരയുണ്ട്. മുന്തിരിപ്പേരയ്ക്ക് അത് പിന്നെപ്പോഴൊന്നുമില്ല, എപ്പോഴും മുന്തിരിങ്ങ ഉണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യത്തിന് പപ്പായ ഉണ്ട്, ഓമയ്ക്ക ഇല്ലേ, അതുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ട് അവിടെ ആഗ്രഹത്തിന് ഒരു ഓറഞ്ചിൻ്റെ തൈ വാങ്ങിച്ചു. അത് നട്ട് വെച്ചില്ല. ചെറിയൊരു ഓറഞ്ച് 2 ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പറിച്ചിട്ട് വെള്ളം പിഴിഞ്ഞ് കുടിച്ചു. നല്ല പുളിയൊക്കെയാണ്, നല്ല ടേസ്റ്റുണ്ട്. ഇതൊരു ചാമ്പയുടെയാണ്. നല്ല വില കൊടുത്തൊരെണ്ണം വാങ്ങിച്ച് വെച്ചതാണ് ആ ചാമ്പയെ. അത് നമ്മളെ പറ്റിച്ചതാണ്. അത് ഉണ്ടായി വന്നപ്പോഴത്തേന് സാധാ ചാമ്പ പോലെ തന്നെ ഇരുന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കാണിച്ച ആ ചാമ്പ വീണ്ടും പറിച്ച് നട്ട് വാങ്ങിയത്. മനുഷ്യരെ കളിപ്പിക്കും. നല്ല വില കൊടുത്തിട്ട് സാധാ ചെടികളൊക്കെയാണ് വിൽക്കുന്നത്. ഇത് നമ്മുടെ 2 നാരകമുണ്ട്. പൂത്തിട്ടില്ല, പൂക്കാറായി. ഇത്തവണ പൂക്കുമെന്ന് തോന്നുന്നു. നല്ലതായിട്ടെല്ലാം കിളിച്ച് തളിരിലയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ 2-3 നാരകമുണ്ട്. ഇതാണ് ഒരു വെറൈറ്റി തക്കാളിയാണ്. തക്കാളി ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിലല്ലേ നമ്മൾ ഉൾപ്പെടുന്നത്. ഇതൊരു കളറൊക്കെ പഴുത്തതാണ്, അത് കളർ അങ്ങനെയായിരിക്കുന്നു. 2 ഉണ്ടായുള്ളൂ, ഒരു വെറൈറ്റി, അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ചാമ്പ ഉണ്ട്. അത് കുറേ എന്നും കൊച്ചു പറിച്ച് തിന്നും. മോൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രാവശ്യം വെയിലായതുകൊണ്ടാണെന്ന് ചെറിയതാണ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് റംബൂട്ടാനുണ്ട്. റംബൂട്ടാനെല്ലാം പൂത്തിട്ടുണ്ട്. 2 ഉണ്ട് റംബൂട്ടാൻ. ഒരു മഞ്ഞയും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇത് നമ്മുടെ സീതപ്പഴമില്ലേ, സീതപ്പഴം ഇങ്ങനെ കോല് പോലെ പോയപ്പോൾ ഞാനത് വെട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ചിതായിട്ട് കിളിച്ച് നിൽക്കുക. ഇതാണെങ്കിൽ നമ്മുടെ ഒരു പ്ലാവ്, ഓറഞ്ച് കളറ് ചുളയുള്ള ഇതില്ലേ പഴുക്കുമ്പോൾ, അതാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്രാവശ്യം ഒരു ഇങ്ങനെ ചക്ക വരുന്ന സാധനം ഇങ്ങനെ വന്നിട്ടുണ്ട്.
എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു ചീമപ്ലാവുണ്ട്, നിറച്ച് ഇപ്രാവശ്യം കാ പിടിച്ചിട്ടുണ്ട്. അതും ഭയങ്കര സന്തോഷമുണ്ട്. 2 എണ്ണമാണ് നിൽക്കുന്നത്. പിന്നെ അല്ലാത്ത നമുക്ക് പ്ലാവുണ്ട്. ഇതിപ്പം 3 വർഷം കഴിഞ്ഞതാണ്. ഇങ്ങനെ ഉണ്ടായിട്ട് അതങ്ങ് പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് 2 സർപ്പോട്ടയുണ്ട്. ഒരെണ്ണത്തിനകത്ത് ഒത്തിരി പൂവൊക്കെ വന്നിരുന്നു. ഒരെണ്ണത്തിനകത്ത് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷം. 2 മൂടുണ്ട്. പിന്നെ നമുക്ക് വാഴയുണ്ട്, ഏത്തവാഴയൊക്കെ പിന്നെ ഉണ്ട്. ഒരു 8-9 ഏത്തവാഴ വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ ഒരു ഞാലിപ്പൂവനാണ്, അതുണ്ട്. പിന്നെ മാങ്ങ, ഇത് വലിയ പൊക്കമുള്ള ഒരു മാവാണ്. പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ടുണ്ട്. ഈ വെയിലൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ കടച്ചക്കയൊക്കെ ആവശ്യത്തിനുണ്ട്. 2 ടൈപ്പുണ്ട്. നമ്മുടെ ആത്തക്കയാണ്, 2 എണ്ണം ഇപ്രാവശ്യം ഉണ്ടായുള്ളൂ. എല്ലാം ഇല പൊഴിഞ്ഞിട്ട് എല്ലാം കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ തളിരില വരുന്ന കൂട്ടത്തിൽ എനിക്കൊന്ന് പൂക്കുകയും കൂടെ ചെയ്യും. ഒരെണ്ണം ഞങ്ങൾ കാത്തിരുന്നത് പഴുത്ത് താഴെ വീണു. ഞങ്ങൾ താഴേന്ന് വാരി തിന്നു. പിന്നെ ഇത് നമ്മുടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു മാവാണ്. താഴ്ന്ന് നിൽക്കുന്ന മാവ്. ഭയങ്കര മധുരമാണ് ഇതിൻ്റെ. ഞങ്ങളൊന്ന് പറിക്കത്തേ ഇല്ല. ഇതെല്ലാം കൊച്ചു താഴെ നിൽക്കുന്നതെല്ലാം കെട്ടി വെച്ചേക്കുക. ഇപ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നല്ല മധുരമാണ് മാങ്ങയ്ക്ക്. ഇതാണേൽ നമ്മുടെ മുള്ളാത്ത അങ്ങ് മണ്ടക്കോട്ട് പോയിട്ട് ഞങ്ങൾ വെട്ടിക്കളഞ്ഞതാണ്. പിന്നെ അതെല്ലാം ഒത്തിരി പൂത്തിട്ടുണ്ട്. ഇതിങ്ങനെ കായാവുന്നതാണ്. മുള്ളാത്തയുണ്ട്. 2-3 പ്രാവശ്യം 2-3 എണ്ണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറിച്ചിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഫ്രൂട്ട്സിൻ്റെ തൈകൾ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുമോ? താങ്ക് യു.